നോക്കൂ, യോന തന്റെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ യോനയോടുള്ള ദൈവത്തിന്റെ വാക്ക് വളരെ വ്യക്തമായിരുന്നു. ദൈവം പറഞ്ഞു, എഴുന്നേറ്റു, ആ മഹാനഗരമായ നീനെവേയിലേക്ക് പോയി അതിനെതിരെ നിലവിളിക്കുക, കാരണം അവരുടെ ദുഷ്ടത എന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ആ കൽപ്പന യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നീനെവേയിലേക്ക് പോകാനുള്ള ചിന്തയിൽ തന്നെ അവൻ മത്സരിച്ചു. ഒന്നാമതായി, ന്യായവിധിയുടെ പ്രസംഗനായിരിക്കുന്നതിൽ അയാൾക്ക് വലിയ ആകർഷണം തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ന്യായവിധി നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ദൈവം നീനെവേയെ വെറുതെ വിടണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല എന്നതാണ്. നീനെവേയിൽ താമസിച്ചിരുന്ന അസീര്യക്കാരെക്കാൾ ദുഷ്ടരും ദൈവഭക്തരും അധാർമികരും അക്രമാസക്തരുമായ ഒരു ജനത ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരിക്കാം. അവൻ പറഞ്ഞു, ദൈവമേ, അവർ നരകം അർഹിക്കുന്നു. അവരെ ഇല്ലാതാക്കുക. അവരെയെല്ലാം കൊല്ലുക. യോനയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. അവർ വളരെ ദുഷ്ടരും ഭയങ്കരരുമായിരുന്നു. സ്വന്തം ജനത്തോട് അവർ വളരെ ഭയങ്കരമായി പെരുമാറിയിരുന്നു. അതുകൊണ്ട് ദൈവം നീനെവേയിൽ പോയി മാനസാന്തരം പ്രസംഗിക്കാൻ യോനായോട് കൽപ്പിച്ചപ്പോൾ നിയമത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് യോന ഓടിപ്പോയി എന്ന് പറയുന്നു. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാൻ പോകുകയാണെന്ന് അവൻ പറഞ്ഞു. എനിക്ക് ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ കഴിയും എന്നവൻ പറഞ്ഞു.